ഓലയുടെ വണ്ടി ആരെങ്കിലും സർവീസോ അല്ലെങ്കിൽ അതിൻ്റെ വാറൻ്റിയൊക്കെ കണ്ടിട്ട് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് പോയി തല വെക്കണ്ട. എട്ടിൻ്റെ പണി കിട്ടും. യൂട്യൂബിൽ തന്നെ നോക്കിയാൽ ഇഷ്ടംമാതിരി വീഡിയോ കാണും. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് തന്നെ അതാണ് അവസ്ഥ. 1 മാസം കഴിഞ്ഞ് 1.5 മാസമാണ് വണ്ടി സർവീസ് സെൻ്ററിലായിട്ട്. അപ്പോൾ വണ്ടിക്ക് പ്രത്യേകിച്ച് സർവീസോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കാര്യം ചോദിച്ച് അങ്ങോട്ട് വിളിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ആരും ഇതിന് പോയിട്ട് തല വെക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. അവർ വാറണ്ടി ഉണ്ട്, ഇപ്പോൾ ഹൈപ്പർ സർവീസ് ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ആ ഒരു സാധനം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ റിസ്ക് എടുത്ത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് നന്നാക്കാനൊക്കെ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എടുക്കാം. അല്ലാതെ വാറൻറ്റിൻ്റെ പുറത്തുള്ള സർവീസൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വണ്ടി എടുക്കാൻ വേണ്ടി നിൽക്കണ്ട. എടുത്തു കഴിഞ്ഞാൽ പെട്ടുപോകും. അതിൻ്റെ വഴിക്ക് സമയം സ്പെൻഡ് ചെയ്യാനും സർവീസ് സെൻറ്ററിൽ പോയിട്ട് ആൾക്കാരെ കാണാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തേണ്ടി വരും. അപ്പം ഞാൻ 3 വർഷമായിട്ട് ഒരു വണ്ടി ഉപയോഗിക്കുന്നതാണ്. എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്. ആരും പോയിട്ട് ഇതിന് തല വെക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.